നമസ്കാരം. മൈൻഡ് വിഷന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഷുഗർ കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു അടിപൊളി എക്സർസൈസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു എക്സർസൈസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ റിലാക്സ് ആയിട്ട് TV ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിത് ഇഷ്ടം പോലെ ചെയ്യാൻ പറ്റും. സാധാരണ മടിയാണ് പ്രായമുള്ളവർക്കും ഷുഗർ ഉള്ളവർക്കും ഒക്കെ എക്സർസൈസ് എത്ര എഫക്റ്റീവ് ആണെന്ന് ഡോക്ടർമാർ പറഞ്ഞാലും അവർക്ക് അറിയുകയും ചെയ്യാം. പക്ഷെ എന്നാലും എക്സർസൈസ് ചെയ്യാൻ മടിയാണ്. അതുകൊണ്ട് മിക്കവാറും ചെയ്യാറില്ല. അതുപോലെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ ഒരല്പസമയം ചെയ്തിട്ട് അങ്ങ് നിർത്തുകയും ചെയ്യും. പക്ഷേ ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് കൊണ്ട് നമ്മൾ ഇഷ്ടം പോലെ ചെയ്യും, ഷുഗർ കുറയുകയും ചെയ്യും. ഞാൻ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്ത് 100% ഫലപ്രദമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു പൈപ്പ്, ഇതാണ് ഇതിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സാധനം. ഒരു PVC പൈപ്പാണ്. അപ്പോൾ ഇത് 1 മീറ്റർ നീളം അല്ലെങ്കിൽ 3/4 മീറ്റർ നീളം. എന്നിട്ട് ഒരു പ്ലംബിംഗ് കടയിൽ പറഞ്ഞാൽ അവരിത് റെഡിയാക്കി തരും. 1 മീറ്ററോ 3/4 മീറ്റർ നീളത്തിൽ പൈപ്പ് മുറിച്ചെടുക്കുക. അതിന്റെ ഒരു ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 1.5 ഇഞ്ച് 2 ഇഞ്ച് 2.5 ഇഞ്ച് നമ്മുടെ ആരോഗ്യം അനുസരിച്ച് നമുക്ക് കൈക്കകത്ത് എത്രമാത്രം പൊക്കാൻ പറ്റുമോ അതനുസരിച്ച് പൈപ്പിന്റെ വണ്ണം അഡ്ജസ്റ്റ് ചെയ്യാം. 2 സൈഡിലും ക്യാപ്പ് ഇടണം. എന്നിട്ട് അങ്ങനെ വാങ്ങിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിനകത്ത് മണ്ണ് നിറയ്ക്കും. അപ്പോൾ ഒരു വെയിറ്റ് കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ മണ്ണിൽ നിറയ്ക്കും. എന്നിട്ട് നമ്മൾ അതിന്റെ അപ്പർ പാർട്ട്, നമ്മുടെ ശരീരത്തിന്റെ അപ്പർ പാർട്ടിനുള്ള എക്സർസൈസ് ആണ്. അപ്പോൾ സാധാരണ ഷുഗർ ഉള്ളവരുടെ എക്സർസൈസ് നടത്തയാണ് കൂടുതലും ചെയ്യുന്നത്, അല്ലെങ്കിൽ ജോഗിങ്, നടത്താം, ചെറിയ ഓട്ടം. പക്ഷെ ഇതെല്ലാം അരക്കെട്ടിന്റെ താഴെയുള്ള ഭാഗം, നമ്മുടെ ലോവർ പാർട്ടിലെ മസിൽസ് ആണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഈ എക്സർസൈസിലൂടെ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ അപ്പർ പാർട്ടിലെ അബ്ഡമൻ, ചെസ്റ്റ്, കയ്യ്, തോള് എല്ലാ മസിൽസിനെയും വർക്ക് ചെയ്യിക്കാൻ പറ്റും. അങ്ങനെ മസിൽ വർക്ക് ചെയ്യുമ്പോൾ മസിൽസ് ഷുഗർ പിടിച്ചെടുക്കുന്നത് കാരണം ഷുഗർ നല്ലപോലെ കുറയും. ഇത് ഓരോ ദിവസം കഴിയുന്നതോറും നമുക്ക് ഇതിന്റെ റിസൾട്ട് കാണാം. അപ്പോൾ നമ്മൾ TV കണ്ടുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ റിലാക്സ് ചെയ്തിരിക്കുമ്പോൾ നമ്മൾ എക്സർസൈസ് ചെയ്യുന്നു. അതിന്റെ മൂവ്മെന്റ് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിങ്ങനെ കയ്യിലെടുത്തിട്ട് സാധാരണ ഇങ്ങനെ, അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എണ്ണിക്കൊണ്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഷുഗർ കൺട്രോൾ ചെയ്യാൻ മാത്രമല്ല, ശരീരത്തിന്റെ പൂർണ്ണ ആരോഗ്യം, മൊത്തമായിട്ടുള്ള ആരോഗ്യം മെച്ചപ്പെടുന്നു. അതുപോലെ മാനസിക ആരോഗ്യം, മനസ്സിലെ നെഗറ്റീവ് ചിന്തകൾ, അതുപോലെ അമിത ചിന്തകളൊക്കെ ഉണ്ട്, അതൊക്കെ മാറും. കാരണം ഇത് ചെയ്യുമ്പോൾ നമ്മൾ എണ്ണിക്കൊണ്ടാണ്. അവിടെ ഒരു മൈൻഡ്ഫുൾനെസ് ആണ് വർക്ക് ചെയ്യുന്നത്. പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടാവും. കാരണം ഓരോ മൂവ്മെന്റും നമ്മൾ എണ്ണിക്കൊണ്ടാണ്, 1, 2 എന്ന് എണ്ണിക്കൊണ്ടാണ്. അപ്പോൾ കൗണ്ട് ചെയ്തുകൊണ്ട് 1, 2 എന്ന് കൗണ്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഈ മൂവ്മെന്റ്, ഇതാണ് ആദ്യത്തെ മൂവ്മെന്റ്. ഇങ്ങനെ ഒരു 30, 40, 50. അപ്പോൾ ഇങ്ങനെ ഓരോ പ്രാവശ്യമാകുമ്പോൾ 1 എന്ന് മനസ്സിലെണ്ണും, രണ്ടാമതാകുമ്പോൾ 2 എന്നെണ്ണും, 3, 4, 5 ഇങ്ങനെ മനസ്സിൽ ചുണ്ടനങ്ങേണ്ട കാര്യമില്ല, ശബ്ദം ഉണ്ടാക്കണ്ട. അങ്ങനെ ഒരു 30, ആദ്യ ദിവസം 30, പിന്നെ 40, പിന്നെ 50, അങ്ങനെ കൂട്ടി കൊണ്ടുവന്നാൽ മതി. നമ്മുടെ കൈ കഴിക്കുകയോ അല്ലെങ്കിൽ വേദനിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നിർത്തുക. അടുത്ത മൂവ്മെന്റ് എന്ന് പറയുന്നത് ഇങ്ങനെ കൈ കമഴ്ത്തി പിടിച്ചുകൊണ്ട് ഇതേ രീതിയിൽ ഈ മൂവ്മെന്റ് ആണ്. അപ്പൊ ഇതും ആദ്യം ഒരു 30 ചെയ്തു, അല്ലെങ്കിൽ 40 ചെയ്തു. നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് എത്രണ്ണം ചെയ്യാൻ പറ്റുമോ അത്രയും മാത്രം ചെയ്യുക. പക്ഷെ എണ്ണിക്കൊണ്ട് വേണം, കാരണം മനസ്സിന്റെ ആരോഗ്യം, മനസ്സിന്റെ കോൺസെൻട്രേഷനും കൂടി പ്രധാനമാണ്. അപ്പോൾ നമ്മൾ മറ്റു കാര്യങ്ങളൊക്കെ, ചിന്തകളൊക്കെ മാറിയിട്ട് ഈ ചെയ്യുന്ന പ്രവൃത്തിയിലോട്ട് നമുക്ക് പൂർണ്ണമായും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് മുകളിലോട്ടുള്ള എക്സർസൈസ്, ഇതും ഒരു 20, 30 തവണ അല്ലെങ്കിൽ 50 തവണ നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഡെയിലി കൂട്ടിക്കൊണ്ടുവരിക. പിന്നെ ഇങ്ങനെ മുമ്പോട്ട് ചരിച്ച് ഇതേ മൂവ്മെന്റ്. അപ്പം 4 എണ്ണമായി. പിന്നെ ഒന്നിങ്ങനെ 5-മത്തേത് ഈ ഒരു എക്സർസൈസാണ്. ഇങ്ങനെ ബാക്കിലോട്ട് പോയിട്ട് കൈ നേരെ മുന്നിട്ട് പിന്നെയും ബാക്കിലോട്ട് പോവാം. അപ്പൊ 5 മൂവ്മെന്റ് ആയി. അപ്പൊ ഇത് നമുക്കിപ്പോൾ TV കാണുമ്പോൾ മാത്രമല്ല, നമുക്കല്ലാതെ അടുക്കളയിലെ വൈഫ് ജോലി ചെയ്തുകൊണ്ടിരിക്കുക, നമുക്ക് അവിടെ പോയിരുന്നൊരു സപ്പോർട്ട് കൊടുക്കണം, അവിടെ ഇരുന്ന് ചെയ്യാം. അല്ലെങ്കിൽ മക്കൾ പഠിക്കുമ്പോൾ നമ്മൾ അടുത്തിരിക്കാറുണ്ട്. അപ്പോഴൊക്കെ നമ്മുടെ എക്സർസൈസിന് യാതൊരു കുറവില്ല. നമുക്ക് എക്സർസൈസ് ചെയ്തുകൊണ്ട് അവർക്ക് സപ്പോർട്ട് കൊടുക്കാൻ പറ്റും, അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എപ്പോഴും നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് റിലാക്സ് ചെയ്ത് വിശ്രമത്തിനും വിനോദത്തിനോടൊപ്പം ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യായാമമാണിത്. ഇത് തീർച്ചയായിട്ടും നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ അനുഭവം എത്രമാത്രം എഫക്റ്റീവ് ആണെന്ന് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇടാം. ഞാൻ അതിന് മറുപടി നൽകും. താങ്ക് യു.